നെടുങ്കണ്ടം ഇരട്ടക്കൊലയിൽ പിടിയിലായ സജി 8 വർഷം മുൻപ് കാണാതായ പിതാവിനെ കൊലപ്പെടുത്തിയെന്ന് സംശയം. അസ്ഥികഷ്ണം കണ്ടെത്തിയിട്ടുണ്ട്. പച്ചടി പൊൻതിട്ടയിൽ മേരിക്കുട്ടി, ഇവരുടെ മൂത്ത മകൻ റെജി എന്നിവരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി സജി 8 വർഷം മുമ്പ് കാണാതായ പിതാവ് മാത്യുവിനെയും കൊലപ്പെടുത്തിയെന്ന സംശയത്തിന്റെ പുറത്താണ് ഇപ്പോൾ പോലീസ് അവിടെ പരിശോധന നടത്തിയത്. ഏപ്രിൽ 28-ാം തീയതിയാണ് നെടുങ്കണ്ടം പച്ചടി തോട്ടുവാക്കടയിൽ വീടിന് സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ട നിലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ ഒളിവിൽ പോയിരുന്ന മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ഏപ്രിൽ 4-നാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നും സഹോദരൻ റെജിയുമായുണ്ടായ തർക്കമാണ് ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നും പ്രതി സമ്മതിച്ചിരുന്നു. പിതാവിന്റെ തിരോധാനത്തിന് പിന്നിലും സംശയമുണ്ടെന്ന് സജിയുടെ സഹോദരിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് നടത്തുന്ന തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഈ മാസം 2-ാം തീയതി മുതൽ കാണാതായ മേരിക്കുട്ടിയെയും റെജിയെയും കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണമാണ് പോലീസിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിനെ കണ്ട് സജി ഓടിപ്പോയിരുന്നു. തുടർന്ന് ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. വീടിന് സമീപത്തെ പറമ്പിൽ നിന്നായിരുന്നു പിന്നീട് സജി പിടിയിലായത്. ഇവരുടെ വീടിനടുത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സജിയുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടയിലായിരുന്നു അന്വേഷണത്തിനായി മറ്റു ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തിയത്. പിന്നാലെ സജി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. സ്ഥലത്ത് പോലീസ് നായയെ എത്തിച്ചു നടത്തിയ അന്വേഷണത്തിൽ പറമ്പിന്റെ പരിസരത്തു നിന്നു തന്നെ സജിയുടെ ബാഗ് കണ്ടെത്തിയിരുന്നു. പിന്നീട് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഡ്രോണും പോലീസ് നായകളെയും ഉപയോഗിച്ച് അന്വേഷണം നടത്തിയിരുന്നു. സമീപത്തെ ഏലത്തോട്ടത്തിൽ ഇയാൾ ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു പോലീസിന്റെ നിഗമനം. സമീപത്തെ പറമ്പിൽ ഒരു പുരുഷന്റെ കാലിന്റെ ഭാഗം മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നത് നാട്ടുകാരായിരുന്നു ആദ്യം കണ്ടത്. ഉടനെ ഇവർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ മണ്ണുമാറ്റി പരിശോധന തുടങ്ങി. പിന്നീട് ആ അമ്മയുടെയും മകന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ ഒരേ കുഴിയിലായിരുന്നു. വേഗം ജീർണിക്കുന്നതിനും ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കുന്നതിനും കുഴിയിൽ കുമ്മായം വിതറിയിരുന്നു. ഒരു സ്ത്രീയുടെയും പുരുഷന്റേതുമായിരുന്നു മൃതദേഹമെന്ന് കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് കാണാതായ സജിയുടെ അമ്മയുടെയും സഹോദരന്റെയുമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞത്. മേരിക്കുട്ടിയെയും റെജിയെയും കാണാനില്ലെന്ന് കാണിച്ച് മേരിക്കുട്ടിയുടെ മകൾ സിനിയാണ് പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് സിനി തന്നെയാണ് അച്ഛന്റെ തിരോധാനത്തിന് പിന്നിലും ഇത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടെന്ന് കാണിച്ച് പരാതി നൽകിയതും. അതിന് തുടർച്ചയെന്നോണമാണ് ഇപ്പോഴിതാ അവിടെ പരിശോധന നടത്തിയിരിക്കുന്നത്. എല്ലിൻ കഷ്ണങ്ങൾ കണ്ടെത്തി എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം.